يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لو فضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين. ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിക്കണമെന്ന് എന്നോടെന്നതുപോലെ നിങ്ങളോടും ഉണർത്തുകയാണ്. നശ്വരമായ ഈ ലോകജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും ചിന്തകൾക്ക് പോലും നാളെ പടച്ച തമ്പുരാൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരുമെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നോടെന്നതുപോലെ നിങ്ങളോടും ഉണർത്തുകയാണ്. ലംബമാനമായി നടക്കുന്ന കോടാനുകോടി ജീവജാലങ്ങളുടെ വൈവിധ്യങ്ങളിലും വൈജാത്യങ്ങളിലും പെട്ട ഒരു സ്പീഷീസാണ് മനുഷ്യവർഗം. അവൻ്റെ പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും ആലോചിക്കുവാനും നിരീക്ഷിക്കുവാനും പരീക്ഷിക്കുവാനും ഗവേഷണം നടത്തുവാനുമുള്ള ബുദ്ധിയും യുക്തിയും കഴിവും നൽകി. ഒരു കാര്യം സംഭവിച്ചാൽ ആ കാര്യത്തിൻ്റെ പിറകിലുള്ള കാരണങ്ങൾ അന്വേഷിച്ച് അതിൻ്റെ ഉറവിടം അന്വേഷിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനുള്ള ത്വരയും ജിജ്ഞാസയും അഭിവാഞ്ചയും അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അതിൻ്റെ ഫലമായിക്കൊണ്ട് തന്നെ സഹസ്രാബ്ദങ്ങളുടെയും നൂറ്റാണ്ടുകളുടെയും കടന്നുപോക്കിനിടയിൽ മനുഷ്യൻ എത്തിപ്പിടിക്കാത്ത സ്ഥലങ്ങളില്ല.
മനുഷ്യൻ മനസ്സിലാക്കാത്ത സാങ്കേതിക വിദ്യകളില്ല, മനുഷ്യൻ പഠിച്ചു വെക്കാത്ത ശാസ്ത്രീയ രംഗങ്ങളില്ല. എന്നാലും അവൻ്റെ മുന്നിൽ ഉത്തരം കിട്ടാതെ ഒരു ചോദ്യം ഇന്നും നിലനിൽക്കുന്നു. ഇത്തരത്തിൽ എല്ലാ ശാസ്ത്രീയമായ പുരോഗതികൾ നേടിയിട്ടും സാങ്കേതികമായ കുതിച്ചുചാട്ടങ്ങൾ അവൻ സാക്ഷ്യം വഹിച്ചിട്ടും അവന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഏറ്റവും വലിയ ഗുണം മനുഷ്യത്വം എന്നുള്ളതാണ്. മനുഷ്യത്വം എന്നുള്ള ഗുണം അവന് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് ഭൂമിയിൽ നിന്നുകൊണ്ട് അനന്തമായി പരന്നു കിടക്കുന്ന ബഹിരാകാശത്തിൻ്റെ ഏതോ ഒരു ഭാഗങ്ങളിൽ ചുറ്റിക്കറങ്ങുന്ന ഉപഗ്രഹത്തിലൂടെ കടന്നു വരുന്ന അതിൻ്റെ ഇൻഫർമേഷൻ അത് ഈ ഭൂമിയിൽ നിന്ന് സ്വീകരിച്ച് ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലേക്ക് പരത്തുവാൻ മാത്രം പ്രാപ്തി നേടിയ മനുഷ്യൻ്റെ മക്കൾക്ക് എപ്പോഴോ നഷ്ടപ്പെട്ടു പോയ മനുഷ്യത്വമെന്ന വലിയ ഗുണം യൂണിവേഴ്സിറ്റിയിലും കോളേജുകളിലും സ്കൂളുകളിലും മദ്രസകളിലും പഠിച്ചാൽ അവന് നേടിയെടുക്കാൻ സാധിക്കാത്ത ഒരു വലിയ ഗുണം, അത് നേടിയെടുക്കാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 2 കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശാപം മനുഷ്യത്വമില്ല എന്നുള്ളതാണ്. ആർക്കാർക്കും മനുഷ്യത്വമില്ല. ഒരുപാട് പണമുണ്ട്, ഒരുപാട് സ്വാധീനമുണ്ട്, ഒരുപാട് അധികാരമുണ്ട്, ബുദ്ധിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ അപ്പുറത്തെ വീട്ടിലുള്ള തൻ്റെ സഹോദരൻ്റെ ചുടുകണ്ണുനീര് കാണാനുള്ള ഒരു മനസ്സ് അവന് നഷ്ടപ്പെട്ടു പോയി. പണം കൊടുത്താൽ കിട്ടുന്ന സാധ്യമല്ല അത്. വിദ്യാഭ്യാസമുണ്ടായാൽ കിട്ടുന്ന സാധ്യമല്ല അത്. ഒരിക്കലും അത് ഏതെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വസ്തുവല്ല മനുഷ്യത്വം എന്നുള്ളത്. പിന്നെ ആ മനുഷ്യത്വം നേടിയെടുക്കേണ്ട വഴി പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെയാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ 2 തവണ ഖുർആനിലൂടെ അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ട്, അഭിനന്ദിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഖലമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. പ്രവാചകരെ, താങ്കൾ വല്ലാത്ത ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണ് പ്രവാചകൻ. അത്യുന്നതമായ ഒരു പ്രകൃതിയുടെ ഉടമയാണ് താങ്കൾ പ്രവാചകരെ എന്ന്. സുബ്ഹാനല്ലാഹ്, ആ പ്രവാചകന്റെ സ്വഭാവം. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫബിമാ റഹ്മതിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബ് ലം ഫദ്ദൂ മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ പ്രവാചകരെ, അല്ലാഹു താങ്കൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് പ്രവാചകരെ വിശാലമായൊരു ഹൃദയം, അതിവിശാലമായൊരു മനസ്സ്. കറുത്തവനെയും വെളുത്തവനെയും അണ്ടനെയും അടകോടനെയും സ്വീകരിക്കുവാനുള്ള താങ്കളുടെ വിശാലമായ മനസ്സ് പ്രവാചകരെ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്നു പ്രവാചകരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ചരിത്രത്തിന്റെ താളുകൾ മറിച്ചു നോക്കിയാൽ അവിടെ മുഴുവനും നമുക്ക് കാണാൻ സാധിക്കുന്നത് സഹനത്തിന്റെ പാഠങ്ങളാണ്, വാത്സല്യത്തിന്റെ പാഠങ്ങളാണ്, കാരുണ്യത്തിന്റെ പാഠങ്ങളാണ്, വിട്ടുവീഴ്ചയുടെ പാഠങ്ങളാണ്. 40-ാമത്തെ വയസ്സിൽ നുബൂവത്ത് കിട്ടിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മലയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് ബനൂ ഹാഷിമിനോട് പ്രഖ്യാപിച്ചു, എൻ്റെ എളാപ്പമാരെ, എൻ്റെ കുടുംബക്കാരെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ മറ്റൊരാരാധ്യനില്ല. നിങ്ങൾ നേർച്ച വഴിപാടുകൾ നടത്തുന്ന, നിങ്ങൾ കരയുന്ന, നിങ്ങൾ പറയുന്ന, നിങ്ങളുടെ ചുടുകണ്ണ് നീരിന്റെ വേദനകൾ ഏതൊരു പാദത്തിങ്കലാണോ അർപ്പിക്കുന്നത്, അതൊന്നുമല്ല ഈ ലോകത്തിന്റെ ദൈവം. ലാത്തയല്ലടോ, ഉസ്സയല്ലടോ, മനാത്തയല്ലടോ, ഹബലയല്ലടോ, പിന്നെ ആരാ? ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച അല്ലാഹ്, ബ്രഹ്മാണ്ഡ കടാഹത്തിന്റെ നാഥനായ അല്ലാഹ്, അഖിലാണ്ട മണ്ഡലത്തിന്റെ തമ്പുരാനായ അല്ലാഹ്, ലോകത്ത് പരന്നു കിടക്കുന്ന കോടാനുകോടി വൃക്ഷങ്ങളിൽ, കോടാനുകോടി ശിഖരങ്ങളിൽ, കോടാനുകോടി ഇലകളിൽ ഏതെങ്കിലും ഒരു ഇല ഞെട്ടറ്റുകൊണ്ട് താഴേക്ക് വീഴുന്ന സമയത്ത് ആ ഇലയുടെ ആക്സിലറേഷനും വെലോസിറ്റിയും വരെ ഏതൊരു പടച്ചവന്റെ വിധിയുടെ കിതാബുകളിലാണോ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്? ആ അല്ലാഹ് പ്രപഞ്ചത്തെ ആകമാനം ചൂഴ്ന്നു കിടക്കുന്ന ഗ്രഹങ്ങളും ഗാലക്സികളും തമോഗർത്തങ്ങളും ഏതോ റബ്ബിന്റെ നിയന്ത്രണത്തിലാണോ? ആ അല്ലാഹ്
മനുഷ്യന്റെ മനസ്സിന്റെ മന്ത്രങ്ങൾ അറിയുന്ന അല്ലാ, അവന്റെ തലച്ചോറിന്റെ ആന്തോളനങ്ങൾ അറിയുന്ന അല്ലാ, അവന്റെ ഹൃദയത്തിന്റെ പിടിപ്പിന്റെ താളം തെറ്റുന്ന സമയത്ത് അവന്റെ പ്രിയപ്പെട്ട മാതാവും അവന്റെ ഭാര്യയും അവന്റെ പിതാവും അറിയുന്നതിന്റെ മുമ്പേ ഏഴാകാശങ്ങളുടെ അനന്തത കടന്നു ചെന്നുകൊണ്ട് ഏതൊരു റബ്ബിന്റെ അർശിന്റെ സവിധത്തിലേക്കാണോ അവന്റെ വേദന, അവന്റെ ഹൃദയത്തിന്റെ താളം തെറ്റൽ കടന്നു ചെല്ലുന്നത്, ആ റബ്ബ്, ആ അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ റബ്ബിന്റെ മുന്നിൽ നിങ്ങൾ നേർച്ച വഴിപാടുകൾ അർപ്പിക്കണം. ആ റബ്ബിന്റെ മുന്നിൽ നിങ്ങൾ കരയണം. ആ റബ്ബിന്റെ മുന്നിൽ നിങ്ങൾ തേടണം എന്ന വലിയ സത്യം മക്ക മുശ്രിക്കുകളുടെ മുന്നിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചപ്പോൾ അതുവരെ പ്രവാചകനുണ്ടായിരുന്ന ട്രസ്റ്റ് വേഴ്ത്തി എന്ന പേരങ്ങ് നഷ്ടമായി, അൽ അമീൻ എന്ന പേരങ്ങ് നഷ്ടമായി. അവിടെ നിന്ന് ബഹിഷ്കരണങ്ങളും ഏറുകളും ആട്ടുകളും തുപ്പുകളും പ്രയാസങ്ങളും സഹിക്കാൻ സാധിക്കാതെ ഒരിറ്റ് സാന്ത്വനത്തിന് വേണ്ടി, ഒരിറ്റ് സമാധാനത്തിന് വേണ്ടി, ഒരിറ്റ് വാത്സല്യത്തിന് വേണ്ടി, സാന്ത്വനത്തിന്റെ ഒരു വാക്കിന് വേണ്ടി ത്വായിഫിന്റെ മണ്ണിലേക്ക് കടന്നു ചെന്നപ്പോ എന്താണോ മക്കയിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചത്, അതിനേക്കാൾ വേദനാജനകമായ, അതിനേക്കാൾ ഭയാനകമായ, അതിനേക്കാൾ വൃത്തികെട്ട ബഹിഷ്കരണങ്ങളും അതിനേക്കാൾ ഭയാനകമായ കൂക്കുവിളികളും കൊണ്ട് തായിഫിന്റെ മണ്ണിലുള്ള തന്റെ സ്വന്തം ഉമ്മയുടെ ജനങ്ങൾ സ്വീകരിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വാർന്നൊലിക്കുന്ന ചോരയുമായി, വിയർത്തുകുളിച്ച ശരീരവുമായി, ചുടുകണ്ണീരുകൊണ്ട് നനഞ്ഞു കുതിർന്ന മുഖവുമായി ഏതോ ഒരു ജൂതന്റെ മുന്തിരിത്തോട്ടത്തിൽ ഒറ്റക്കിരുന്നു കൊണ്ട് കരയുന്ന സമയത്ത് ആകാശലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ മാലാകമാരിറങ്ങി വന്നുകൊണ്ട് ആ പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ, താങ്കളെങ്ങാനും ഒരു വാക്ക് പറയുകയാണെങ്കിൽ, താങ്കളെങ്ങാനും ഒരു സമ്മതം മൂളുകയാണെങ്കിൽ തായിഫിന്റെ രണ്ട് ഭാഗത്തും ഉയർന്നു നിൽക്കുന്ന മാമലകൾ കണ്ടോ പ്രവാചകരെ? ആ മാമലകൾക്കിടയിലിട്ടുകൊണ്ട് ഈ നാഗരികതയെ മുഴുവനും നശിപ്പിക്കാൻ അള്ളാഹു കൽപ്പന നൽകിയിട്ടുണ്ട് പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോ ലോകത്തിന്റെ പ്രവാചകനായ, കാരുണ്യത്തിന്റെ പ്രതീകമായ, വാത്സല്യത്തിന്റെ ആചാര്യനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ലോകത്ത് ജനിച്ചതും ജനിക്കാനിരിക്കുന്നതുമായ കോടാനുകോടി മുസ്ലിമിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ രേഖപ്പെട്ട് കിടക്കേണ്ട മരണം വരെ, അന്ത്യശ്വാസം വലിക്കുന്നത് വരെ അവന്റെ ഹൃദയത്തിന്റെ മിടിപ്പുകളെ നിയന്ത്രിക്കേണ്ട വല്ലാത്തൊരു വചനം, അല്ലാഹുമ്മ ഗ്ഫിർ ലഹും ഫഇന്നഹും ലാ യഅലമൂൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹും ഫഇന്നഹും ലാ യഅലമൂൻ. നാഥാ, മനുഷ്യർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, ആ മനുഷ്യർക്ക് നീ മാപ്പ് നൽകണേ അല്ലാ, അവരറിവില്ലാത്തവരാണ് തമ്പുരാനെ. ശരിയാണ് റബ്ബേ, അവരെന്നെ കല്ലെറിഞ്ഞിട്ടുണ്ട്, അവരെന്റെ തറവാടിത്തത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്, അവരെന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്, അവരെന്റെ ആഭിജാത്യത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട് അല്ലാ. പക്ഷേ അവരുടെ സന്താന പരമ്പരകളിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന നിന്റെ കലിമത്ത് സ്വീകരിച്ചുകൊണ്ട് സത്യത്തിന്റെ പാന്താവിലേക്ക് ഈ നിത്യനവോജ്ജലമായ ആദർശത്തിന്റെ പ്രബോധകനായി കടന്നു വന്നാൽ റബ്ബേ, അതാണ് എനിക്ക് ലഭിക്കുവാനുള്ള ഏറ്റവും വലിയ സന്തോഷമെന്ന് പ്രഖ്യാപിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുവീഴ്ചയുടെ പാഠം, വിട്ടുവീഴ്ചയുടെ പാഠം, മനുഷ്യത്വത്തിൻ്റെ പാഠം. സഹോദരങ്ങളെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നാണ് നാം പാഠം സ്വീകരിക്കേണ്ടത്. പകയും വിദ്വേഷവും ദേഷ്യവും വെച്ചുകൊണ്ട് ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാലങ്ങളോളം മനസ്സിൽ വെച്ച് നടക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാകരുത്, അതുണ്ടാകരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നാം സ്വീകരിക്കണം പാഠം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സഹനവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ക്ഷമയും ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കണം, അല്ലേ? ഞാനും നിങ്ങളൊക്കെ പറയും പ്രവാചകൻ്റെ അനുയായിയാണ്, പറയും, അല്ലേ? നമുക്ക് അഭിമാനമാണ്. അതില്ലാത്തൊരു കൂട്ടരുണ്ട്, ഞാൻ അതിലേക്ക് വരും ഇൻഷാ അല്ലാഹ്. എല്ലാവരും പറയും. പക്ഷേ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ കാണിച്ച മാതൃകകൾ, ആ ജീവിതത്തിൽ കാണിച്ച വിട്ടുവീഴ്ച, അതിൻ്റെ 1% പോലും കാണിക്കാൻ നാം തയ്യാറല്ല, ഇതിൻ്റെ 1% പോലും പ്രദർശിപ്പിക്കാൻ നാം തയ്യാറല്ല. ഒരൊറ്റ ഉദാഹരണം. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്തൊരാഗ്രഹം, എന്താ, കാബൻ്റെ ഉള്ളിൽ കയറി ഒന്ന് നമസ്കരിക്കണം, കാബ ഷരീഫിൻ്റെ ഉള്ളിൽ കയറിയിട്ടൊന്ന് നമസ്കരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാബയുടെ താക്കോല് സൂക്ഷിക്കുന്ന ഉസ്മാൻ എന്ന് പറയുന്ന ആളുടെ അടുത്ത് പോയി. എന്നിട്ട് പറഞ്ഞു, ഉസ്മാനെ,
എനിക്കൊന്ന് കാബൻ്റെ ഉള്ളിൽ കയറി നമസ്കരിക്കണം. ഛീ, നാണമില്ലേ നിനക്ക് മുഹമ്മദ്, നിനക്ക് നാണമില്ലേ? കാബൻ്റെ ഉള്ളിൽ കയറി നിനക്ക് നിസ്കരിക്കണം അല്ലേ? എൻ്റെ ലാത്തയെ തള്ളിപ്പറഞ്ഞ്, എൻ്റെ ഉസ്സയെ തള്ളിപ്പറഞ്ഞ്, എൻ്റെ മനാത്തയെ തള്ളിപ്പറഞ്ഞ്, ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചിരുന്ന സകല ദൈവങ്ങളെയും തള്ളിപ്പറഞ്ഞ് പരിശുദ്ധമായ കാബ ഷരീഫിൻ്റെ ഉള്ളിൽ കയറി നമസ്കരിക്കണമെന്ന് പറയാൻ നിനക്ക് നാണമില്ലേ മുഹമ്മദേ? ആട്ടിപ്പറഞ്ഞ ഏറ്റു പ്രവാചകനെ. വാർന്നൊലിക്കുന്ന കണ്ണുനീരുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിറക്കുന്ന ചുണ്ടകളോടുകൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. കാലങ്ങൾ കഴിഞ്ഞു. സത്യത്തിൻ്റെ സ്വാഭാവികമായ വിജയം കടന്നു വന്നു. മക്കയുടെ താഴ്വരയിലൂടെ കറുത്ത തൊപ്പിയണിഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക പട്ടണത്തെ പിടിച്ചടക്കാൻ വേണ്ടി കുതിരപ്പടയാളികളുമായി കടന്നു വന്നു. കാബ ഷരീഫിൻ്റെ അടുത്ത് ചെന്ന് നിന്നു പ്രവാചകൻ. ബിലാലിനോട് പറഞ്ഞു, ബിലാൽ, കാബ ഷരീഫിനെ അകത്ത് നിറഞ്ഞിരുന്ന 360 പരം വിഗ്രഹങ്ങൾ നീ വൃത്തിയാക്കുക. എല്ലാം വൃത്തിയാക്കി. ബിലാൽ, കാബ ഷരീഫിൻ്റെ മുകളിലേക്ക് നീ കയറി. ബിലാൽ, ഉറക്കെ ബാങ്ക് വിളിക്കുക, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. കറുത്തവനും വെളുത്തവനും അധികാരിയും അധീനനും കുബേരനും ദരിദ്രനും മതമുള്ളവനും മതമില്ലാത്തവരും നിരീശ്വരവാദിയും നാസ്തികനും എല്ലാവരും ഒരേ പോയിന്റിൽ ഒന്നിക്കുന്ന ഉന്നതമായ തൗഹീദിന്റെ വചനം അവിടെ സ്ഥാപിക്കപ്പെട്ടു. ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ ഗലഗംഭീരമായ ശബ്ദം മക്ക പട്ടണത്തിലെ ഓരോ മണൽ തരിയെയും രോമാഞ്ചപുളകിതമായിക്കൊണ്ട് അന്തരീക്ഷത്തിൽ എല്ലാം മുശ്രിക്കീങ്ങളുടെ എല്ലാ സ്വാധീനവും എല്ലാ അധികാരവും അവിടെ തകർന്നടിഞ്ഞു. കാബ ഷരീഫിൻ്റെ ചുറ്റിലും കൂടി നിൽക്കുന്ന ആൾക്കൂട്ടം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ ചുറ്റിലും കണ്ണോടിച്ചു. അപ്പോൾ തൻ്റെ കൺവട്ടത്ത് നിന്ന് മറഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനെ അദ്ദേഹം കണ്ടു. പ്രവാചകൻ കണ്ടു, അതാരാണ്? കാലങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഏതൊരു ഉസ്മാൻ്റെ അടുത്താണോ താൻ ചെന്നുകൊണ്ട് കഅബ ഷരീഫിൻ്റെ താക്കോലിന് വേണ്ടി യാചിച്ചത്, ആ ഉസ്മാൻ തൻ്റെ കൺവട്ടത്ത് നിന്ന് മറിയാൻ ശ്രമിക്കുന്നു. പ്രവാചകൻ വിളിച്ചു, യാ ഉസ്മാൻ, ഉസ്മാനെ ഇങ്ങോട്ട് വരിക. ഉസ്മാൻ വന്നു പ്രവാചകൻ്റെ അടുത്ത്. വിറച്ചുകൊണ്ട്, ഭയവിഹ്വലനായി, വിനീതനായി, എന്തും സ്വീകരിക്കാൻ തയ്യാറായി, രാജാവിൻ്റെ അടുത്തേക്ക് പോകുന്ന പ്രജയെപ്പോലെ ഉസ്മാൻ പ്രവാചകൻ്റെ അടുത്തേക്ക് കടന്നു ചെന്നു. പ്രവാചകൻ ഉസ്മാനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കഅബ ഷരീഫിൻ്റെ താക്കോല് ഉസ്മാൻ്റെ കൈവള്ളയിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, മോനെ, ഇത് നീയാണ് സൂക്ഷിക്കേണ്ടത്, നീയാണിത് സൂക്ഷിക്കാൻ അർഹൻ. ഹേയ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ആണെങ്കിൽ ആ സ്ഥാനത്ത്, ഞാനും നിങ്ങളുമാണ് പ്രവാചകന്റെ സ്ഥാനത്തെങ്കിൽ ആ മനുഷ്യനെ കാണുമ്പോൾ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കളിയാക്കിയ മനുഷ്യൻ, എന്നെ അപമാനിച്ച മനുഷ്യൻ, എന്നെ അന്തസ്സിനെ പിച്ചു ചീന്തിയ മനുഷ്യൻ, ആ മനുഷ്യനെ അടുത്തേക്ക് വിളിച്ച് 4 തെറിയെങ്കിലും അറ്റ്ലീസ്റ്റ് പറയാതെ നമ്മൾ വിടില്ല. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനെ അടുത്ത് വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീയാണ് ഈ താക്കോല് സൂക്ഷിക്കേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ, നൂറുകണക്കിന് ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് ഒരു പ്രിവിലേജ് നൽകുകയാണ് ആ മനുഷ്യന്. വർഷങ്ങൾക്ക് മുന്നേ തന്നെ അപമാനിച്ച, തൻ്റെ അന്തസ്സിനെ പിച്ചു ചീന്തിയ ആ മനുഷ്യന്റെ കയ്യിലേക്ക് കഅബ ഷരീഫിന്റെ ഉന്നതമായ താക്കോല് വെച്ചു കൊടുത്തുകൊണ്ട് പ്രിവിലേജ് നൽകി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹേയ്, ഇത്തരത്തിലുള്ള ഒരു മനുഷ്യൻ, ഇത്തരത്തിലുള്ള ഒരു വ്യക്തിത്വം, ഇത്തരത്തിലുള്ള ഒരു ആചാര്യൻ, ഇത്തരത്തിലുള്ള ഒരു നേതാവ് ലോകത്തിന്റെ ചരിത്രത്തിന്റെ താളുകളിൽ മഷിയിട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ സാധ്യമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലാതെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട്, ആ പ്രവാചകനെ അനുകരിച്ചുകൊണ്ട്, ആ പ്രവാചകന്റെ കൃത്യമായ ഒരു അനുചരനായി ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അത്തരത്തിലാകാനുള്ള കാരണം എന്താണെന്നറിയാം നിങ്ങൾക്ക്? ഖുർആൻ. ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരാൾ ചോദിച്ചു, എന്താണ് പ്രവാചകന്റെ സ്വഭാവം? പ്രവാചകന്റെ സ്വഭാവം ഖുർആനാണ്. എന്താണോ ഖുർആൻ പറഞ്ഞത് അതുപോലെ അനുസരിക്കുക, അതുപോലെ കൊണ്ടു നടക്കുക. ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന 75% ആളുകളുടെയും വീട്ടിൽ ഖുർആനുള്ള സ്ഥാനം
തട്ടിൻപുറമാണ്. അതിൻ്റെ ദുരന്തം ഒരുപാട് നാം അനുഭവിച്ചു. നാളെ മഹ്ശറയിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ പോകുന്ന ഒരു പരാതിയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? വഖാല റസൂലു യാ റബ്ബ് ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. നാദായി സമുദായത്തെ കണ്ട തമ്പുരാനെ, ഈ ഖൗമിനെ കണ്ടോ അല്ലാ. 23 വർഷക്കാലം യാതനയും വേദനയും സഹിച്ചുകൊണ്ട്, ആട്ടും തുപ്പുമേറ്റുകൊണ്ട്, ബഹിഷ്കരണത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും നടുവിൽ ഇവർക്ക് നെഞ്ചിലേറ്റ് നടക്കുവാൻ ഞാൻ സമർപ്പിച്ച വിശുദ്ധ ഖുർആനിൻ്റെ താളുകള് ഇവർ പിറകിലായിക്കൊണ്ടാണ് കണ്ടത് തമ്പുരാനെ. അതുകൊണ്ട് ഇവരെ വെറുതെ വിടരുത് അല്ലാ. കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത്, ഫിസിക്സ് പഠിക്കുന്ന സമയത്ത്, ബയോളജി പഠിക്കുന്ന സമയത്ത് ടോൾസ്റ്റോയുടെയും ട്രോട്സ്കിയുടെയും വേദാന്തങ്ങൾ തലച്ചോറിൻ്റെ അകത്തേക്ക് കുത്തിക്കയറ്റുന്ന സമയത്ത് റബ്ബേ, നിന്റെ ഖുർആനിൻ്റെ വചനങ്ങളൊന്നെടുത്ത് വായിച്ചു നോക്കാൻ അവരുടെ മക്കളുടെ മുന്നിലേക്ക് സ്കൂളിൻ്റെ പുസ്തകങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് പഠിക്കടാ എന്ന് പറയുമ്പോൾ 23 വർഷക്കാലം മക്കയിലും മദീനയിലുമായി പ്രബോധനത്തിൻ്റെ ഫലമായി ഞാൻ നീ സമർപ്പിച്ച വിശുദ്ധ ഖുർആനിൻ്റെ താളുകള് നെഞ്ചിലേറ്റാൻ അവർക്ക് സാധിച്ചില്ല തമ്പുരാനെ. അവരതിന് തുനിഞ്ഞില്ല അല്ലാ. ഖുർആൻ എന്നാൽ അവർക്ക് രണ്ടാം കിടയായിരുന്നു. ദുനിയാവിൻ്റെ എല്ലാ പഠനങ്ങളും കഴിഞ്ഞ്, ദുനിയാവിൻ്റെ എല്ലാ ഏർപ്പാടുകളും കഴിഞ്ഞ്, എല്ലാ കച്ചവടങ്ങളും കഴിഞ്ഞ്, എല്ലാ പഠനങ്ങളും കഴിഞ്ഞ് അവസാനമായി ബാക്കി വരുന്ന തുച്ഛമായ സമയത്ത് തുറന്നിരിക്കാനുള്ള ഒരു ഗ്രന്ഥമായിട്ടാണ് പടച്ച തമ്പുരാനെ അവർ ഖുർആനിനെ കണ്ടിരുന്നത് അല്ലാ. അതുകൊണ്ട് അവരെ വെറുതെ വിടരുതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുമ്പോ അതേ അവസ്ഥയിൽ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മക്കള്, ഏതൊരു മക്കളാണോ കണ്ണിന് കുളിർമ നൽകിയ മക്കളായി ഈ ദുനിയാവിലെ നമ്മോടൊപ്പം ജീവിച്ചത്, ഏതൊരു മക്കളുടെ ഉയർച്ചയിലാണോ നാം സന്തോഷിച്ചത്, ആ മക്കളതാ പടച്ച തമ്പുരാന്റെ കോടതിയിൽ വെച്ച് മാതാപിതാക്കൾക്കെതിരെ സാക്ഷി പറയുകയാ. വജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. നാദാ, എൻ്റെ ഉമ്മ എവിടെയാണല്ലോ? 10 മാസം ഗർഭം ചുമന്ന യാതനയും വേദനയും സഹിച്ചെനിക്ക് താരാട്ട് പാടിത്തന്ന, എനിക്ക് താലോലം പാടിത്തന്ന, വാത്സല്യത്തിൻ്റെ ചൂടുകൊണ്ടെന്നെ വളർത്തിയ എൻ്റെ പ്രിയപ്പെട്ട മാതാവ് എവിടെയാണല്ലോ? ആ മാതാവിനെ എനിക്കൊന്ന് കാണിച്ചു തരണേ റബ്ബേ. എൻ്റെ പിതാവ് എവിടെയാണല്ലോ? എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട അറബിയുടെ ആട്ടും തുപ്പലുമേറ്റ സ്വന്തം ജീവിതത്തിൻ്റെ സുഖങ്ങൾ ത്യജിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ നന്മക്ക് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിച്ച എൻ്റെ വാപ്പ എവിടെയാണല്ലോ? എൻ്റെ വാപ്പയെയും ഉമ്മയെയും എനിക്കൊന്ന് കാണിച്ചു തരണേ റബ്ബേ. എന്തിനു വേണ്ടിയാ? വജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. ആ മാതാവിനെയും ആ പിതാവിനെയും എൻ്റെ കാലിൻ്റെ അടിയിലിട്ട് ചവിട്ടി മെതിച്ചവരെ നിന്യന്മാരാക്കട്ടെ തമ്പുരാനെ. കാരണമെന്താ? ഈ ദുനിയാവിൻ്റെ പിടിപ്പുകേടുകളെ കുറിച്ച്, ഈ ദുനിയാവിൻ്റെ ജീവിതത്തെ കുറിച്ച്, ഈ ദുനിയാവിൻ്റെ നൂലാമാലകളെ കുറിച്ച്, അതിൻ്റെ തത്വങ്ങളെ കുറിച്ച്, അതിൻ്റെ ഫിലോസഫിയെ കുറിച്ച് എന്നെ പഠിപ്പിച്ചപ്പോ പഠിച്ച തമ്പുരാനെ, ഇത്തരത്തിലുള്ള ഒരു കോടതിയെ കുറിച്ച് കാമ എന്ന 2 അക്ഷരം എന്നോട് അവർ മിണ്ടിയില്ല. എനിക്കവര് പഠിപ്പിച്ചു തന്നിട്ടില്ല തമ്പുരാനെ. അതുകൊണ്ട് സ്വർഗത്തിലേക്കാണ് അവർ പോകുന്നതെങ്കിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് അവസാനത്തെ മനുഷ്യൻ വരെ കൂടി നിൽക്കുന്ന ഈ മഅ്ശറാവൻ സഭയിൽ വെച്ച്, കോടാനുകോടി ജനങ്ങൾ കൂടി നിൽക്കുന്ന ഈ മഅ്ശറാവൻ സഭയിൽ വെച്ച് ആ 2 മനുഷ്യരെ എൻ്റെ കാലിൻ്റെ അടിയിലിട്ട് ചവിട്ടിയരച്ചുകൊണ്ട് നിന്യന്മാരായിക്കൊണ്ടല്ലാതെ അവരെ കടത്തിവിടരുത് തമ്പുരാനെ എന്ന് അള്ളാന്റെ കോടതിയിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കള് സാക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ എവിടെയാണ് അഭിമാനം? അവിടെ എവിടെയാണ് അള്ളാഹുവിൻ്റെ അദാബില്ലാതിരിക്കുക? അതുകൊണ്ട് മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിൽ ഖുർആനിന് പ്രാധാന്യം നൽകുക. ചില നാട്ടിലൊക്കെ പ്രസംഗത്തിന് പോയാൽ കുറച്ച് പ്രായമുള്ള ആളുകൾ സ്റ്റേജിൻ്റെ പിറകിലേക്ക് വലിച്ചു കൊണ്ടുപോകും. എന്നിട്ട് പറയും, മൗലവി മക്കളുടെ കടമകളെക്കുറിച്ച് നന്നായിട്ട് പറയണം. എന്താ കാരണം? ഇവിടുത്തെ മക്കളൊന്നും പോരാ. എങ്ങനെയാ പോരാതിരിക്കുക? രാവിലെ 7 മണിക്ക് അവൻ്റെ തോളത്തേക്ക് അവന് പോലും പൊങ്ങാത്ത ഒരു ബാഗും വെച്ച് പറഞ്ഞയക്കും. വൈകുന്നേരം വീട്ടിലേക്ക് വന്നാൽ ഇന്നലെ ട്യൂഷന് പോ, അതിനും പറഞ്ഞയക്കും. അതിലും വിട്ടു വന്നു കഴിഞ്ഞാൽ പിന്നെയും സ്കൂളിലെ പുസ്തകങ്ങളെടുത്ത് മുന്നിലേക്ക് വലിച്ചിടും. ഖുർആൻ പഠിച്ചാൽ, ഹദീസ് പഠിച്ചാൽ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ദീന് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ അപമാനമാണ്. ഒരു ഉദാഹരണം പറയാം. 5 മക്കളുള്ള ഒരു വാപ്പ, 4 മക്കളുള്ള ഒരു വാപ്പ. വാപ്പാനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മക്കളൊക്കെ എന്താണ് ചെയ്യണത്?
മൂത്ത മോൻ MBBS കഴിഞ്ഞു, രണ്ടാമത്തെ മോൻ MTech പഠിക്കുകയാണ്, മൂന്നാമത്തെ മോന് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാണ്, പ്രിലിമിനറി മെയിനൊക്കെ കഴിഞ്ഞു അങ്ങെത്തി. നാലാമത്തെ മോനോ ഓൻ അറബിക് കോളേജിലാണ്, ഓനാണ് കുറച്ച് കുഴപ്പം. ഓൻ അറബിക് കോളേജിലാണ് പഠിക്കുന്നത്. കുറേ പറഞ്ഞു നോക്കി മനസ്സിലായില്ല, എന്ത് പറ്റി നമുക്ക്, എന്തു പറ്റി? നിങ്ങൾക്കറിയോ, ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് മദ്രസ വിട്ട് നേരിട്ട് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ ഖുർആൻ മറച്ചു പിടിക്കാൻ ശ്രമിക്കുക. വെറുതെ പറയല്ല, ഖുർആൻ മറച്ചു പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുക. എന്താ ഖുർആൻ കണ്ടാൽ ഞാനൊരു മുസ്ലിമാണെന്ന് പറയില്ലേ? പേരിടുന്നതോ ഷിജു, ബിജു അല്ലേ? മുസ്ലിമാണെന്ന് തിരിച്ചറിയാതിരിക്കാൻ. മുസ്ലിമാണെന്ന് സഹോദരങ്ങൾ എന്തുകൊണ്ടാണെന്ന് അറിയോ? ഈ ഖുർആനിനൊരു ചരിത്രമുണ്ട്, ആ ചരിത്രം മനസ്സിലാക്കാതെ പോയി മുസ്ലിം സമുദായം. കേരളത്തില് മദ്യപാനം ഒന്ന് കുറക്കാൻ വേണ്ടി സർക്കാർ പാടുപെട്ടു, കഷ്ടപ്പെട്ടു, ഇല്ല കുറഞ്ഞില്ല. കാറ്റും വെയിലും ചൂടും തണുപ്പും പൊടിയും കളറും ഒന്നും മാനിക്കാതെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖുകാരനും ജൈനമതക്കാരനും ജൂതമതക്കാരനും മതമുള്ളവനും മതമില്ലാത്തവനും ഒരുപോലെ ഒത്തൊരുമിച്ച് മനുഷ്യത്വത്തോടുകൂടി ഐക്യത്തോടുകൂടി ക്യൂ നിൽക്കുന്ന കേരളത്തിലെയും ഇന്ത്യയിലെയും ഒരൊറ്റ സ്ഥലം ബാറൻ അല്ലേ? അതിൽ യാതൊരു മാറ്റവും ഇല്ല. ഗവൺമെൻറ് എന്തൊക്കെ പോളിസിയും എന്തൊക്കെ പദ്ധതിയും കൊണ്ടുവന്നാലും അത് നിർത്താൻ പറ്റണില്ല. പക്ഷേ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ മുഴുവനും ഞെട്ടിച്ച ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. എന്താണെന്നറിയാം നിങ്ങൾക്ക്? മുഴുക്കുടിയന്മാരായിരുന്ന മനുഷ്യർ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഖബറിൻ്റെ മുകളിൽ ഒരു മുന്തിരിവള്ളി നാട്ടണമെന്നും ആ മുന്തിരിവള്ളിയുടെ വേരിറങ്ങിക്കൊണ്ട് എൻ്റെ ഹൃദയത്തിലും എൻ്റെ കരളിലും ഇറങ്ങിച്ചെല്ലണമെന്നും ആ മുന്തിരിവള്ളിയുമായി ലയിച്ചു ചേർന്ന് കള്ളും ഞാനുമായി ലയിച്ചു ചേർന്ന് ഈ ലോകത്ത് എനിക്ക് ഇനിയും വിഹരിക്കണമെന്നും പറഞ്ഞിരുന്ന ഒരു സമുദായം. അത്രക്ക് കള്ളിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന ഒരു സമുദായം. ആ സമുദായത്തെ ഖുർആൻ മാറ്റിയെടുത്തത് 3 വാക്കുകൊണ്ട്. പദ്ധതികളില്ല, പോളിസികളില്ല, സെമിനാറുകളില്ല, പ്രസംഗങ്ങളില്ല, ഒന്നുമില്ല. പിന്നെ 3 വാക്ക്. എന്താ? ഫഹൽ അൻതും മുൻതഹൂൻ. മാറാൻ നിങ്ങൾ തയ്യാറുണ്ടോ? പിന്തിരിയാൻ നിങ്ങൾ തയ്യാറുണ്ടോ? മദ്യത്തിന്റെ ചഷകം ചുണ്ടോടടുപ്പിച്ചിരുന്ന കള്ളുകുടിയൻ വലിച്ചെറിഞ്ഞു ആ ചഷകം. വീടിന്റെ അകത്തേക്ക് ഭ്രാന്തമായി കടന്നു ചെന്ന് അതിന്റെ അകത്തുണ്ടായിരുന്ന സകല മദ്യത്തിന്റെ വീപ്പകളും തച്ചുടച്ചു. മദീനയുടെ തെരുവിലൂടെ മദ്യത്തിന്റെ പുഴ ഒഴുകി അല്ലേ? എല്ലാവരും കുടി നിർത്തി. അത് മാത്രമല്ല ആ മദ്യത്തിന്റെ പുഴ ഒഴുകിയിരുന്ന സ്ഥലത്ത് മുളച്ചു പൊന്തിയ ചെടി ഭക്ഷിച്ച ഒട്ടകത്തിന്റെ മാംസം ഞാൻ ഭക്ഷിക്കില്ല എന്ന് പോലും പറഞ്ഞു ആ സമുദായം. അത്രക്ക് വെറുത്തു മദ്യത്തെ. എന്ത്? 3 വാക്കിന്റെ ഫലമായി. ഫഹൽ അൻതും മുൻതഹൂൻ. നിങ്ങൾ പിന്തിരിയാൻ തയ്യാറുണ്ടോ? 3 വാക്ക്. സഹോദരങ്ങളെ, ഈ ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ ഈ ഖുർആനിന്റെ വക്താവാണ്. എൻ്റെ മകൻ പഠിക്കുന്നത് ഈ ഖുർആനാണ്. എൻ്റെ മകൻ അവദാനം ചെയ്യുന്നത് ഈ ഖുർആനാണെന്ന് സമുദായത്തിൻ്റെ മുന്നിൽ പ്രഖ്യാപിക്കാൻ എന്തിനു നാം മടിക്കണം? അല്ലേ? നമ്മുടെ സ്വഭാവത്തെ നന്നാക്കാൻ, നമ്മുടെ ഹൃദയത്തെ നന്നാക്കാൻ. സഹോദരങ്ങളെ, ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഖുർആനിന്റെ അതേപോലെയുള്ള ഒരു വിപ്ലവം കൊണ്ടുവന്ന ഒരു ഗ്രന്ഥവും വല്ലാഹി കാണാൻ നമുക്ക് സാധ്യമല്ല അല്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഞാൻ അവസാനിപ്പിക്കാൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ആരായിരുന്നു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം മസിൽമാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഷ്ടി കൊണ്ടൊന്ന് അടിച്ചാൽ മുഖത്തിൻ്റെ ഷേപ്പ് മാറും. അത്രക്ക് പവറുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ വാത്സല്യമില്ല, കാരുണ്യമില്ല, ഒന്നുമില്ല, കണ്ണിൽ ചോരയില്ല. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഉഖാല ചന്തയിലേക്ക് രാവിലെ, സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ, രാവിലെ കടന്നു ചെന്നു. അപ്പോൾ അവിടെ ഒരു മനുഷ്യൻ തൻ്റെ കച്ചവടത്തിന് വേണ്ടി ഒരുങ്ങുക, സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് കച്ചവടത്തിന് വേണ്ടി ഒരുങ്ങുക. ഉമർ ചോദിച്ചുടോ, എനിക്കൊരു 500 ദിനാർ വേണം, 500 ദിർഹം വേണം. ആ മനുഷ്യൻ ഞെട്ടിപ്പോയി. ഉമറെ, ഞാൻ കച്ചവടം തുടങ്ങിയിട്ടില്ല ഉമറെ, കുറച്ച് കഴിഞ്ഞ് വന്നാൽ ഞാൻ തരാം. തരില്ല എന്നല്ല, ഞാൻ തരാം കുറച്ച് കഴിഞ്ഞ് വന്നാൽ. എന്താ ചെയ്യുക? കുറച്ച് മനുഷ്യത്തുള്ള ഒരാൾ എന്താ ചെയ്യുക? പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വരൂ അല്ലേ? ഉമർ എന്താ ചെയ്താ അറിയോ? ആ മനുഷ്യനെ കൊന്നുകളഞ്ഞു. ആ മനുഷ്യൻ്റെ തലയങ്ങ് വെട്ടി. എന്നിട്ട് ആ മനുഷ്യൻ്റെ ചെറുവിരൽ മുറിച്ചെടുത്തു. എന്നിട്ട് കഴുത്തിൽ മാലയാക്കി തൂക്കി, മുള്ളുകൊണ്ട് കുത്തി കഴുത്തിൽ മാലയാക്കി തൂക്കി. അദ്ദേഹത്തിൻ്റെ ചെറുവിരലിലൂടെ ഊർന്നിറങ്ങുന്ന രക്തം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നെഞ്ചിൻ്റെ രോമങ്ങളിൽ കൂടി ഊർന്നിറങ്ങി അടുത്ത കടക്കാരൻ്റെ അടുത്ത് പോയി.
എന്നിട്ട് ചോദിച്ചു, എനിക്ക് പൈസ വേണം. കുടുംബം വിറ്റിട്ടാണെങ്കിലും കൊടുക്കും. കാരണം എന്താ, അടുത്ത് അവിടെ തൂങ്ങേണ്ടത് ഓൻ്റെ വിരലാണ്. കുടുംബം വിറ്റിട്ടാണെങ്കിലും കൊടുക്കും. അതായിരുന്നു ഉമർ. പക്ഷേ ഉമറിൻ്റെ ജീവിതത്തിൽ വേറൊരു കാലഘട്ടമുണ്ട്. ഞാനും നിങ്ങളും പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടം എന്താണെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് പോവുക. എപ്പോഴും ത്വൽഹ റളിയല്ലാഹു അൻഹു ഒരു ഡൗട്ട്, എവിടേക്കാണ് ഉമർ പോകുന്നത്? അമീറുൽ മുഅ്മിനീൻ എവിടേക്കാണ് പോകുന്നത്? അങ്ങനെ ഒരു ദിവസം ത്വൽഹ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അനുഗമിച്ചു. ഒരു വീട്ടിലെത്തി. ഉമർ ആ വീട്ടിൽ ചെന്നു, കയറി. ഒരുപാട് നേരം കഴിഞ്ഞു, പുറത്തേക്ക് വന്നു, പോയി. ഉമർ പോയി കൺവട്ടത്ത് നിന്ന് മറിഞ്ഞതിന് ശേഷം ത്വൽഹ റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് കയറിയപ്പോൾ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് വൃദ്ധയായ ഒരു സ്ത്രീയാണ്. കയ്യും കാലൊന്നും അനക്കാൻ വയ്യ, രോഗഗ്രസ്തയായി കിടപ്പിലാണ്, വാദം ബാധിച്ച് കിടപ്പിലാണ്. കയ്യും കാലൊന്നും അനക്കാൻ വയ്യ, സ്വന്തമായി ഒരു കാര്യം ചെയ്യാൻ വയ്യ. ത്വൽഹ റളിയല്ലാഹു അൻഹു ആ സ്ത്രീയുടെ അടുത്ത് പോയി ചോദിച്ചു, ഉമ്മ, ഇവിടെ ദിവസവും വരുന്ന ആളില്ലേ, അതാരാണ് ഉമ്മ? ആരാണ് ഇവിടെ ദിവസവും വന്ന് നിങ്ങളെ ഇവിടെ വന്ന് പോകുന്നത്? അപ്പോൾ ആ സ്ത്രീ വിറക്കുന്ന ചുണ്ടുകളായി പറഞ്ഞു, മോനെ, അതാരാണെന്നറിയില്ല. കുറേ നാളായി അവൻ വരാൻ തുടങ്ങിയിട്ട്, എൻ്റെ കണ്ണുനീര് തുടക്കാൻ, ഞാൻ വിസർജിച്ചതും ഞാൻ മൂത്രിച്ചതും എൻ്റെ വായിലെ കഫവും തുടച്ച് വൃത്തിയാക്കാനാണ് അവൻ ദിവസവും ഇങ്ങോട്ട് കടന്നു വരുന്നത്. വിഷമം കൊണ്ട് ഞാൻ കരയുന്ന സമയത്ത് എൻ്റെ കണ്ണുനീര് തുടച്ചു തരാൻ സ്വന്തമായി കൈകൾ പൊങ്ങാത്ത എൻ്റെ വായിലേക്ക് ഭക്ഷണത്തിൻ്റെ ഉരുളകൾ വെച്ച് തരാൻ, മോനെ, ആ മനുഷ്യൻ ഏതാണെന്ന് എനിക്കറിയില്ല, പക്ഷേ മഹാമനസ്സുള്ള മനുഷ്യനാണത്. ത്വൽഹ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമ്മ, ആ വ്യക്തി ആരാണെന്നറിയോ? ആ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയണോ? അറിയണം മോനെ, ആരാണെന്ന് പറ. ആ മനുഷ്യൻ ഈ രാജ്യത്തിൻ്റെ രാജാവാണ്, അല്ലേ? റോമാ സാമ്രാജ്യത്തിൻ്റെ, പേർഷ്യ സാമ്രാജ്യത്തിൻ്റെ അധികാരത്തിൻ്റെ സിംഹാസനങ്ങളും ചെങ്കോലുകളും ഏതൊരു ഉമറിന്റെ മുന്നിലാണോ പത്തി മടക്കി കീഴടങ്ങിയത്, ആ ഉമർ, ഈ രാജ്യത്തെ നിയന്ത്രിക്കുന്ന അമീറുൽ മുഅ്മിനീൻ, ഖലീഫ, ഡിക്റ്റേറ്റർ, ആ ഉമറാണുമ്മ ദിവസവും നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് നിങ്ങളുടെ പാദസേവ ചെയ്യുന്നത്. ഒരു എം എൽ എ ആയാൽ അവൻ സഞ്ചരിക്കാൻ മുന്നിലും പിന്നിലും വാഹനങ്ങൾ വേണം, വാഹനത്തിന്റെ മുകളിൽ ചുവന്ന ലൈറ്റ് വേണം, വാഹനത്തിന്റെ ഉള്ളിൽ AC വേണം, അല്ലേ? അവനെ പരിചരിക്കാൻ സർക്കാർ വക ആളുകൾ വേണം. പക്ഷേ ഒരു രാജ്യത്തിന്റെ ഡിക്റ്റേറ്ററായിട്ടും ഇല്ല, ഒരു വാക്കിനും മറുവാക്കില്ലാത്ത തരത്തിലുള്ള സ്വേച്ഛാധിപത്യത്തിന്റെ ചെങ്കോല് കയ്യിൽ കിട്ടിയിട്ടും താൻ ഇതുവരെ അറിയുകയും മനസ്സിലാക്കുകയും പരിചയം പോലുമില്ലാത്ത ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആരോരും കാണാതെ, ആരോരും അറിയാതെ ആ സ്ത്രീയുടെ വിസർജ്യം വാരി ആ സ്ത്രീയുടെ വായിലേക്ക് ഭക്ഷണത്തിന്റെ ഉരുളകൾ വെച്ചുകൊടുത്ത 1400 വർഷങ്ങൾക്ക് മുമ്പ് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഉന്നതമായ സംഹിത അറേബ്യയുടെ മരുഭൂമിയിൽ സ്ഥാപിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ 2 വശങ്ങൾ സഹോദരങ്ങളെ. അതിന്റെ ഇടയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുർആൻ ക്ലാസ്സിന് പോയി. അതാണ് മാറ്റം, അല്ലേ? വർഷങ്ങൾക്ക് മുമ്പ് ഇതുവരെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ഒരു മനുഷ്യനെ കൊന്നുകളഞ്ഞ് ആ മനുഷ്യന്റെ ചെറുവിരൽ മുറിച്ചെടുത്ത് കഴുത്തിൽ മാലയാക്കി തൂക്കി ഉക്കാലച്ചന്തയിൽ സംഹാര താണ്ഡവമാടിയിരുന്ന ഒരു മനുഷ്യൻ ഇന്ന് വരെ പരിചയമില്ലാത്ത പാവപ്പെട്ട വൃദ്ധയായ ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് കടന്നു ചെന്ന് പരിചരിക്കാൻ മാത്രമുള്ള ഒരു മനുഷ്യനായി മാറിയത്. യൂഫ്രട്ടീസിന്റെ നദീതീരത്ത് ഏതെങ്കിലും ഒരു ഒട്ടകം വെള്ളം കിട്ടാതെ ചത്താൽ അള്ളാഹുവിന്റെ കോടതിയിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കേണ്ടി വരുന്ന ഒരു ദിവസത്തിൽ ഞാൻ സമാധാനം പറയണം എന്ന് വിചാരിച്ച് കരഞ്ഞിരുന്ന ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ മനുഷ്യനാക്കി മാറ്റിയ ഖുർആനിന്റെ അതുല്യമായ, അനുപമമായ, മാസ്മരികമായ, അമാനുഷികമായ ശക്തി ഇന്നും എൻ്റെയും നിങ്ങളുടെയും വീടിൻ്റെ തട്ടിൻപുറങ്ങളിൽ സായുജ്യമടയുന്നു. അരുത്, ആ ഖുർആൻ നെഞ്ചിലേറ്റുക, ഇറങ്ങുക, സമുദായത്തിൻ്റെ മധ്യത്തിലേക്ക്. വിപ്ലവമുണ്ടാകും, അനിതര സാധാരണമായ മാറ്റങ്ങളുണ്ടാകും, അല്ലേ? ഇതുവരെ കയർത്ത് മാത്രം സംസാരിച്ചിരുന്ന നമ്മുടെ മക്കൾ വയസ്സാങ്കാലത്ത് ഒന്നിനും കഴിയാതെ നിൽക്കുന്ന സമയത്ത് തലയുടെ ഭാഗത്ത് വന്ന് നിന്നുകൊണ്ട് പാപ്പാ ഞാനുണ്ട് വാപ്പ, ഉമ്മ ഞാനുണ്ട് എന്ന് പറയുന്ന പൊന്നോമനകളെ കിട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഷേക്സ്പിയറിനെ പഠിപ്പിച്ചു കൊടുത്തിട്ട് കാര്യമില്ല, ടോൾസ്റ്റോയെ പഠിപ്പിച്ചു കൊടുത്തിട്ട് കാര്യമില്ല, ട്രോട്സ്കിയെ പഠിപ്പിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. വെച്ചു കൊടുക്കുക കൈവെള്ളയിലേക്ക്. ഖുർആൻ മാറും ഏത് മനുഷ്യനും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആനിലൂടെ സ്വഭാവത്തെ സംസ്കരിച്ചുകൊണ്ട്, സ്വഭാവത്തെ വിമലീകരിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ മുന്നിൽ മാതൃകാ പുരുഷന്മാരായി ജീവിക്കുവാനുള്ള ഒരു ഭാഗ്യം എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ. അല്ലാഹുവേ,
നിൻ്റെ ഖുർആൻ സ്വീകരിച്ചുകൊണ്ട്, നിൻ്റെ പ്രവാചകൻ്റെ ചര്യ സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമയുടെ സത്യസന്ധരായ വക്താക്കളായി മടങ്ങിപ്പോകാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരു നിമിഷം പോലും, ഒരു സെക്കൻഡ് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള നിർഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടാക്കല്ലേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله عليه وعلى آله وصحبه وسلم وآخر دعوانا أن الحمد لله رب العالمين.